സോ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ സീരീസ് എക്സാം ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്കും ഷുവറായിട്ട് നിങ്ങൾ പാസ്സാവും. ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണാം, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഗ്രാഫിക്സോ ഫിസിക്സിൻ്റെയോ അല്ലെങ്കിൽ പൈത്തണിൻ്റെയോ ഏതിൻ്റെയാണോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വേണ്ടത് എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക. പൈത്തണെന്നോ ഗ്രാഫിക്സിനൊക്കെ കമൻറ്റ് ചെയ്യുക, ഷുവറായിട്ടും വീഡിയോ വരും. തുടങ്ങാം. മൊഡ്യൂൾ 1 നിങ്ങൾ പഠിക്കേണ്ട 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 6 ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ 6 ചോദ്യങ്ങൾ നന്നായിട്ട് ആദ്യം പഠിക്കുക. അതിനുശേഷം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എക്സ്ട്രാ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തായാലും മൊഡ്യൂൾ 1 ചോദ്യം കിട്ടും. ഇത് നിങ്ങളുടെ പ്രീവിയസ് ഇയറിനോ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഞാൻ എന്താക്കി എടുത്തിട്ട് കഷ്ടപ്പെട്ട് സോർട്ട് ചെയ്ത് വെച്ചതാണ്, നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആവാൻ വേണ്ടി. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മിസ് ചെയ്ത് അതേപോലെ ക്ലാസ്സിൽ പഠിപ്പിച്ച ചോദ്യം അത് ചെയ്യണം. അത് ഇതിൽ തന്നെ ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ച ചോദ്യം ഇതും നന്നായിട്ട് പഠിച്ചാൽ എന്താണ് സുഖമായി. അല്ലെങ്കിൽ ഇത് മാത്രം പഠിച്ചിട്ട് പോയി ഇതിൻ്റെ ഒരിക്കലും ബൈഹാർട്ട് ആക്കരുത്. കൺസെപ്റ്റ് പഠിക്കുക. ഓക്കെ, മൊഡ്യൂൾ 1 ഇത് പഠിക്കുക, കൺസെപ്റ്റ് പഠിക്കുക. ബൈഹാർട്ട് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടില്ല. അടുത്തെന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 2 നിങ്ങൾ പഠിക്കേണ്ട 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണിത്. മൊഡ്യൂൾ 2 അകത്ത് നിന്ന് വളരെ ഷോർട്ട് ടോപ്പിക്സേ ഉള്ളൂ. അപ്പോൾ അതിൽ തിയറി ക്വസ്റ്റ്യൻസ് എന്തായാലും ഇതിൻ്റെ അകത്ത് തന്നെ ചോദിക്കും. അപ്പോൾ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 അകത്തും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ പഠിക്കുക, ടീച്ചറിൻ്റെ നോട്ട് റെഫർ ചെയ്യുക. അത്രയും ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. ഇനി ഫുൾ മാർക്ക് വേണ്ട, അത്യാവശ്യം മാർക്ക് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൊഡ്യൂൾ 1 3 മാർക്കിൻ്റെ ഇത് പഠിക്കുക, മൊഡ്യൂൾ 2 3 മാർക്ക് ഇത് പഠിക്കുക. ഇതാകുമ്പോൾ അത്യാവശ്യം മാർക്ക് എന്തായാലും കിട്ടും. ഇതിന് ചോദ്യങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ട് ബൈഹാർട്ട് ആക്കരുതേ, മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എസ് എ ക്വസ്റ്റ്യൻ ആണ്. എസ് എ ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾ എല്ലാ ടോപ്പിക്കും പഠിക്കേണ്ട. നിങ്ങൾ നോക്കുക, മൊഡ്യൂൾ 1 ഞാനിപ്പോൾ 2 ചോദ്യങ്ങൾ കാണിച്ചു, വീണ്ടും മൊഡ്യൂൾ 1 2 ചോദ്യം, മൊഡ്യൂൾ 1 2 ചോദ്യം. ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക എല്ലാം നിങ്ങൾ 10th ക്വസ്റ്റ്യൻ നോക്കുക, ഗിവ് പ്രയോറിറ്റി ഫോർ ബീം ക്വസ്റ്റ്യൻ. ബീം ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മേലത്തത് പഠിക്കേണ്ട. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ബീം ക്വസ്റ്റ്യന് നല്ല പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, കാരണം ബീം ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ കിട്ടും. പക്ഷേ മേലത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ചേഞ്ച്. അപ്പോൾ ബീമിൻ്റെ ക്വസ്റ്റ്യൻ നന്നായി പ്രയോറിറ്റി കൊടുക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി മേലത്തെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അത് പഠിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഇത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്കാണ്. പക്ഷേ ഞാൻ പറയും ബീമിൻ്റെ ക്വസ്റ്റിന് പ്രയോറിറ്റി കൊടുക്കുക, അത് ഷുവറായിട്ട് വയ്ക്കും. ഇനി മൊഡ്യൂൾ 2 ആണ് മക്കൾ, അത് പറഞ്ഞുതരാം. അതിന് മുന്നേ ഹൈലി യൂസ്ഫുൾ അല്ല വാട്സപ്പ് ബോട്ടുണ്ട്, എല്ലാവരും നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായും. മക്കളെ ഫസ്റ്റ് ഇയർ ആണ്, ഒരുപാട് നോട്ട്സിൻ്റെ ആവശ്യമുണ്ട്. പൈത്തൺ, സി പ്രോഗ്രാമിംഗ്, മെക്കാനിക്സ്, ഗ്രാഫിക്സ്, അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ സ്ട്രക്ചർ, എക്സാം ടൈം ടേബിൾ, അങ്ങനെ ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നോട്ട്സ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇതൊക്കെ എവിടെ കിട്ടും. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ലാബിൻ്റെ മാനുവൽസ്, ലാബിൻ്റെ MCQs, അങ്ങനെ വൈവ, അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് ഒരു ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടുണ്ട് കോളേജ് ദോസ്തിൻ്റെ. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കയറി എൻറോൾ ചെയ്യുക. ഒരുപാട് കുട്ടികൾ കയറുന്നതിന് മുന്നേ നേരത്തെ കയറുക കേട്ടോ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. സോ എല്ലാവരും എൻറോൾ ചെയ്യുക. ക്വസ്റ്റ്യൻ ആണ് 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് മൊഡ്യൂൾ 2 നിങ്ങൾ പഠിക്കേണ്ടത് ലാഡറിൻ്റെ ചോദ്യങ്ങളാണ്. മൊഡ്യൂൾ 1 ബീമും ഷുവറായിട്ടും പഠിച്ചിട്ട് പോകുക, അടിപൊളിയായിട്ട്. ഇവിടെ ലാഡർ പഠിക്കുക, കാരണം ലാഡർ കണ്ടാവും മേലെ ലാഡറിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത്. ഷുവറായിട്ടും മനസ്സിലാക്കി പഠിക്കുക. മെക്കാനിക്സ് കാണാതെ പഠിച്ച് പോവുകയാണെങ്കിൽ വേഗം പേപ്പർ കൊടുത്ത് തിരിച്ച് വരേണ്ടി വരും. നന്നായിട്ട് മനസ്സിലാക്കി സമയം എടുത്ത് പഠിച്ചാൽ ഒരു പ്രോബ്ലമെങ്കിൽ ഒരു പ്രോബ്ലം അത് മനസ്സിലാക്കി പഠിച്ചാൽ അടുത്ത പ്രോബ്ലം കൂടി ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. 2 പ്രോബ്ലം ഒന്ന് മര്യാദയ്ക്ക് പഠിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 7 to 8 മാർക്കെങ്കിലും അല്ലെങ്കിൽ 6 to 7 മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അത് വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിക്കാത്ത കുട്ടിക്ക് മാക്സിമം ഷെയർ ചെയ്തോളൂ. പൈത്തണെന്നോ ഗ്രാഫിക്സിനോ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അതിൻ്റെ PDF കിട്ടും. വേണ്ടവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാവരും ഒരു നല്ലൊരു കമൻറ്റ് അങ്ങോട്ട് എടുക്കുക. ഒന്ന് എന്നെ ഹാപ്പി ആക്കിയാൽ ഞാൻ നിങ്ങളെ ഒരുപാട് ഹാപ്പി ആക്കി തരാം. സോ താങ്ക് യു.